ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് കാര്യം നേടാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കി തരുന്നത് അതിനോടുള്ള ആഗ്രഹമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ പ്രായത്തിലും ഓരോ സാഹചര്യത്തിലും അവരുടെ ആഗ്രഹങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഇനി ഏത് കാര്യത്തിനകത്താണെങ്കിലും യുക്തിപരമായിട്ട് ചിന്തിക്കേണ്ട പല മേഖലകളും ഉണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആകർഷണത്തിനകത്ത് കാമത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇവിടെ ചിന്തകളേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ട് തോന്നുന്ന ചില ഫീലിങ്സുകളാണ്. ഈ സമയത്ത് വികാരവും വിചാരവും രണ്ട് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. വികാരം കൂടുന്തോറും വിചാരം കുറയും, അതുപോലെ തന്നെ വിചാരം കൂടുന്തോറും വികാരങ്ങൾക്കും കുറവ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, ബന്ധപ്പെടുന്ന സമയത്ത് പങ്കാളിയിൽ നിന്നും ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചില സമയത്ത് റെസ്പോൺസ് വളരെ പ്രധാനമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. മിക്ക സാഹചര്യങ്ങളിലും പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നത് സ്നേഹത്തിൻ്റെ മാത്രം ഊർജ്ജമല്ല, കാമത്തിൻ്റെ ഊർജ്ജമാണ്. അപ്പോൾ ഈ രണ്ട് ഊർജ്ജങ്ങളും ഒന്നിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു പൂർണ്ണതയുണ്ടാകത്തുള്ളൂ. ഇവിടെ നമ്മൾ പുരുഷന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ്റെ പല വികാരങ്ങളും കുറച്ചൊരു ആകാംക്ഷയുടെ ബേസിലാണ് വരുന്നത്. തന്നെയല്ല, അവൻ്റെ കാമത്തെ അപ്ഡേറ്റ് ചെയ്യുന്ന പല ചിന്തകളും സങ്കല്പങ്ങളും പ്രവൃത്തികളും സ്വാഭാവികമായിട്ട് തന്നെ വരേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഓരോ വ്യക്തിയിലും ഒരു തുറന്ന പുസ്തകമല്ല. കാരണം ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയിലും വ്യത്യാസം വരുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഡ്രസ് കോഡുകളുണ്ട്, ചില മെത്തേഡുകളുണ്ട്, ചില രീതികളും പോസുകളും ഉണ്ട്. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ മാത്രമുള്ള ഒരു ആവശ്യമല്ല, മനസ്സിൻ്റെ പ്രവർത്തനവും ഇവിടെ ശക്തമായിട്ട് വരുന്നുണ്ട്. ചില സങ്കല്പങ്ങൾ മനസ്സിനകത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ പെട്ടെന്ന് മൂടാകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഇതിനകത്ത് പുരുഷൻ്റെ ചില രീതികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പങ്കാളിക്കും വ്യക്തമായ ചില ധാരണ ഉണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മനസ്സിലുള്ള വികാരങ്ങളെ ഓരോരോ ഫയലുകളായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ഫയൽ ഏത് സമയത്ത് ഓപ്പൺ ആക്കണമെന്ന് നമുക്കൊരു ധാരണ വേണം. പങ്കാളികൾ രണ്ടു പേരും ഇതേപ്പറ്റി കോൺഷ്യസ് ആകുകയും വേണം. എന്നുവെച്ചാൽ ഈ ബന്ധപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത് ഈ നെഗറ്റീവ് ഫയലുകളൊന്നും മനഃപൂർവ്വം ഓപ്പൺ ആക്കരുത്. അതിന് പകരം കാമത്തിൻ്റെ ഊർജ്ജത്തെ കൂട്ടുന്ന പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം, കാണാം, കേൾക്കാം, പറയാം. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് അവരോട് നല്ല താല്പര്യമുള്ള പുരുഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, പെരുമാറ്റ രീതികൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ അവർക്കുണ്ട്. അപ്പോൾ സംതൃപ്തമായിട്ടുള്ള ബന്ധപ്പെടലിന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും വേണം. എന്നുവെച്ചാൽ ഒന്ന് നമ്മുടെ മൈൻഡ് സെറ്റാണ്, അത് കാമത്തിൻ്റെ ഊർജ്ജത്തെ കൂട്ടുന്നതിന് അനുകൂലമായിരിക്കണം. എന്നുവെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികൾ ബ്രെയിനിൽ ഓപ്പൺ ആകണം. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഫോർപ്ലേ സമയത്ത് വികാര കേന്ദ്രങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ചില ക്രിയകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്ത് അവരുടെ പ്ലഷർ പോയിൻറ്റ്സ് പ്രവർത്തിക്കുന്നത് പല ഫ്രീക്വൻസിയിലാണ്. ഓരോ ഭാഗത്തെ സ്പർശനത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതുപോലെ മാറിടത്തിൻ്റെ ഭാഗത്ത് ചില ക്രിയകൾ ചെയ്യുന്നതിന് മുമ്പേ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയാം. അത് പങ്കാളിയുടെ മനസ്സിലൊരു ആകാംക്ഷ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കിപ്പോൾ ഒരാളോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ചില കാര്യങ്ങളെക്കുറിച്ച് അവർ പോസിറ്റീവായിട്ട് പറയുമ്പോഴാണ്, കൂടുതൽ ഇഷ്ടത്തോടെ പറയുമ്പോഴാണ്. നമ്മുടെ അവയവങ്ങളുടെ ഏത് പ്രവർത്തനമാണെങ്കിലും അത് മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില ശീലങ്ങൾ വേണം. പുരുഷൻ്റെ ഈ കാര്യത്തിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് പങ്കാളിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം താല്പര്യത്തോടാണ് എന്നുള്ളത് രണ്ടു പേർക്കും മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ റെസ്പോൺസും എക്സ്പ്രഷൻസും ഒക്കെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഏത് ഭാഗത്താണോ കൂടുതലായിട്ട് സ്പർശനം വരുന്നത് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് കൂടുകയും ഒരു പ്രത്യേക എനർജി വന്ന് നിറയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏത് ഭാഗത്തിൻ്റെ പ്രവർത്തനമാണോ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത്, കൂടുതൽ വികസിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ ബലപ്പെടുത്തേണ്ടത് അവിടെ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. യഥാർത്ഥത്തിൽ പൗരുഷം കൊണ്ട് ചില ക്രിയകൾ ചെയ്യുമ്പോൾ ആത്മവിശ്വാസം കൂടുതലായിട്ട് തോന്നാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് നെർവെൻഡിക്സ് കൂടുതലായിട്ട് വരുന്ന ഭാഗത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ക്രിസരിയുടെ ഭാഗത്ത് അതുകൊണ്ട് ചെയ്യുന്ന ക്രിയകൾക്ക് ബ്രെയിനിലെ പ്ലഷർ പോയിൻറ്റ്സിനെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ പറ്റും. ഈ സമയം മനസ്സ് ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ് അതനുസരിച്ചിരിക്കും കിട്ടുന്ന സംതൃപ്തിയും. ഒരു ഭാഗം കേന്ദ്രീകരിച്ചുള്ള തുടർച്ചയായ സ്പർശനം കൊണ്ട് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. പുരുഷനെ സംബന്ധിച്ച് ലിംഗത്തിൻ്റെ പ്രവർത്തനവും മനസ്സിൻ്റെ പ്രവർത്തനവുമായിട്ട് വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പങ്കാളിയുടെ അംഗീകാരം, സ്നേഹം, അടുപ്പം ഇതിൻ്റെ പ്രവർത്തനത്തെ കൂടുതലും സ്വാധീനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരാൾക്ക് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അതൊരു ഊർജ്ജമാണ്.
പുരുഷനെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെയുള്ള സമയത്ത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. അതുപോലെ പങ്കാളിയോട് സ്നേഹം തോന്നുന്ന സമയത്ത്, പ്രണയം തോന്നുന്ന സമയത്തൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ അവയവങ്ങളും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് തന്നെ ഈ ഹോർമോൺസാണ്. അതുപോലെ സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് തുടക്കത്തിലാണ് കൂടുതലും ക്രിയകൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. പുരുഷനെ സംബന്ധിച്ച് ആദ്യം ഇതിനകത്ത് വേണ്ടത് ആശങ്കകളൊന്നുമില്ലാത്ത ആത്മവിശ്വാസമാണ്. നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിനകത്തൊരു ഈസിനെസ് തോന്നും. ഓരോ സമയത്തുള്ള പൗരുഷത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പങ്കാളിക്കൊരു ധാരണയുണ്ട്. അവരോടുള്ള ഇഷ്ടത്തിൻ്റെ, ആകർഷണത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനത്തിൽ കൂടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പങ്കാളി എന്താണോ ഒരു കാര്യം ചെയ്യുന്നത് അതനുസരിച്ചുള്ള സങ്കല്പം ചെയ്യിപ്പിക്കുന്ന ആളിന് വേണം. ചിലരെ സംബന്ധിച്ച് ചുംബന സമയത്ത് അവർ പല കാര്യങ്ങളും സ്വയം ഭാവന കാണാറുണ്ട്. ഒരു പക്ഷേ അവർക്കത് ഇഷ്ടപ്പെട്ടൊരു റോൾ മോഡലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം. എന്താണെങ്കിലും അത് വളരെ പേഴ്സണലാണ്, ഒരു വ്യക്തിയുടെ അവകാശവുമാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.